പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. സപ്ലൈകോയ്ക്കായി അവശ്യ സാധനങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക വരുത്തി സംസ്ഥാന സർക്കാർ. സപ്ലൈകോ വിതരണക്കാർക്ക് വരുത്തിയിരിക്കുന്നതാകട്ടെ 464 കോടി രൂപയുടെ കുടിശ്ശികയാണ്. 128 കോടിയോളം രൂപയാണ് നെൽകർഷകർക്ക് നൽകാനുള്ളത്. രാജീവ് വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം അവശ്യ സാധനങ്ങൾ വാങ്ങിയതിൽ സപ്ലൈകോയ്ക്ക് കോടികളുടെ കുടിശ്ശിക സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നു എന്ന വാർത്ത. മാത്രമല്ല, വിതരണക്കാർക്ക് സപ്ലൈകോ വരുത്തിയിരിക്കുന്നതാകട്ടെ 464 കോടി രൂപയുടെ കുടിശ്ശിക. അങ്ങനെ രാജീവ്, വാർത്തയുടെ വിശദാംശങ്ങൾ. ഏതായാലും ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ് സപ്ലൈകോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഓണക്കാലത്തുൾപ്പെടെ ആ പ്രതിസന്ധി നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുകയും മതിയായ അവശ്യ സാധനങ്ങളില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ തിരിച്ചു പോകുന്നൊരു സാഹചര്യം പോലും ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടായിരുന്നു. സബ്സിഡി സാധനങ്ങൾ തിരക്കിയാണ് സാധാരണക്കാർ പ്രധാനമായും സപ്ലൈകോയിൽ എത്തുന്നത്. നേരത്തെ LDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അവശ്യ സാധനങ്ങളുടെ വിതരണം കൃത്യമായി ഉറപ്പാക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നതാണ്. അത്തരമൊരു വാഗ്ദാനമായിരുന്നു പ്രധാനമായും നൽകിയിരുന്നെങ്കിൽ ആ വാഗ്ദാനം പാലിക്കപ്പെടാത്തൊരു സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ഈ ഓണക്കാലം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പോലും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വിതരണക്കാർക്ക് വരുത്തുന്ന ഈ കുടിശ്ശിക തന്നെയാണ്. ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 464 കോടി രൂപയുടെ കുടിശ്ശികയാണ് സപ്ലൈകോയ്ക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തതിൽ വിതരണക്കാർക്ക് സർക്കാർ വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വിതരണക്കാർ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണം അനുവദിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതോടെ CPM നേതൃയോഗങ്ങളിൽ ഇതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ചും സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതാണ് സംസ്ഥാനത്ത് വലിയ വിലവർധനയ്ക്ക് ഇടയാക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനമായിരുന്നു ഉയർന്നത്. ഇതിനുശേഷമാണ് സപ്ലൈകോയ്ക്ക് അടിയന്തരമായി 100 കോടി രൂപ അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നത്. ഏകദേശം 600 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശികയുള്ളപ്പോഴായിരുന്നു 100 കോടി രൂപ കണ്ണിൽ പൊടിയിടാനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. തുടർന്നും 500 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശിക സപ്ലൈകോയ്ക്ക് സർക്കാർ വരുത്തുകയും ചെയ്തിരുന്നു. വിതരണക്കാർ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കത്ത് നൽകി. മാത്രമല്ല, ഭക്ഷ്യമന്ത്രി GR അനിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 464 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ വിതരണക്കാർക്ക് നൽകാനുള്ളത്. ഈ പണം നൽകിയില്ലെങ്കിൽ ടെൻഡറിൽ പോലും പങ്കെടുക്കില്ല എന്ന വിതരണക്കാരുടെ സംഘടനകളും വിതരണക്കാരും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സപ്ലൈകോ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു വിഭാഗം സംസ്ഥാനത്തെ നെൽ കർഷകരാണ്. നെൽ കർഷകരുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിനകം തന്നെ നെൽ സംഭരിച്ച വകയിൽ 128 കോടി രൂപയ്ക്കടുത്താണ് കർഷകർക്ക് നൽകാനുള്ളത്. ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകരും നിരവധി തവണ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതായത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നതാണ് ഇത് രണ്ടും. അതായത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ആശ്രയിക്കുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരാണ്. അവർക്കാണ് ഇത് വലിയ തിരിച്ചടിയാകുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇപ്പോഴും ഒഴുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വിതരണക്കാർ ഒരു കാരണവശാലും ടെൻഡറിൽ പങ്കെടുക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് നെൽകർഷകർ കൂടി ഈ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത്. നെല്ല് സംഭരിച്ച വകയിൽ 128 കോടി രൂപയ്ക്കടുത്ത കുടിശ്ശിക സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി അതുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനു, രാജീവ്, ഈ സപ്ലൈകോയുടെ 50ാം വാർഷികമൊക്കെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളോടെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തത് തന്നെ. ആ സമയത്ത് നിരവധി വാഗ്ദാനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൂടി നൽകിയിരുന്നു. കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ഔട്ട്ലെറ്റുകളാണ് സപ്ലൈകോയുടേത്. ഈ ശബരി ബ്രാൻഡിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇനി അതോടൊപ്പം തന്നെ സപ്ലൈകോ മെഡിമാർട്ട്, പുതിയ പെട്രോൾ പമ്പുകൾ, അതെല്ലാം പോട്ടെ, ഈ സപ്ലൈകോയുടെ ഗോഡൗണുകൾ നവീകരിക്കും, സാധനങ്ങളുടെ ദൗർലഭ്യത പരിഹരിക്കും, ഉറപ്പുവരുത്തും എന്നൊക്കെയായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ. അതോ നടപ്പിലായില്ല. അതിനിടയിലാണ് ഈ കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധി എന്ന വാർത്തയും വരുന്നത്. ഇനി നെൽകർഷകരുടെ കാര്യം രാജീവ് തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് സംസ്ഥാന സർക്കാർ പ്രധാനമായും കർഷകർക്ക്, പ്രത്യേകിച്ചും നെൽകർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്.
തീർച്ചയായും അനു, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ CPM-ന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയും മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ ആ നേതൃയോഗത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഒന്ന്, ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതാണ്. ക്ഷേമ പെൻഷൻ മാസങ്ങളോളം മുടങ്ങുന്നു. ഇത് വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങാൻ കാരണമായി എന്നായിരുന്നു സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്ന ഒരു പ്രധാന വിമർശനം. അതിനുശേഷമാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധാരണക്കാർക്ക് സാധനങ്ങൾ ലഭ്യമാകുന്നില്ല, അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നെങ്കിലും അതിനൊന്നും പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്ന CPM നേതൃയോഗത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചനുസരിച്ചാണെങ്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തും, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന കൃത്യമായ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇതിനുശേഷം അനു സൂചിപ്പിച്ചതുപോലെ നിരവധി വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ കണക്കുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. 464 കോടി രൂപ വിതരണക്കാർക്ക് മാത്രം നൽകാനുള്ളപ്പോൾ വിതരണക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇനിയും സപ്ലൈകോയോ അല്ലെങ്കിൽ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ടെൻഡറിൽ പോലും അവർ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള കരാറുകാർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സപ്ലൈകോയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്താത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്നത് സാധാരണക്കാർക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സാധാരണക്കാർ വില നൽകിക്കൊണ്ട് അവശ്യ സാധനങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആവശ്യത്തിന് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് കേരളത്തിൽ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വെറും നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൊക്കെ മാധ്യമങ്ങൾ ചെന്ന ആളുകളുടെ പ്രതികരണങ്ങൾ എടുക്കാറുണ്ടായിരുന്നു, ഒഴിഞ്ഞ റാക്കുകൾ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൃത്യമായൊരു നിർദ്ദേശം സർക്കാർ നൽകിയത്. മാധ്യമങ്ങളെ ഉള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശമായിരുന്നു സപ്ലൈകോ മാനേജർമാർക്ക് നൽകിയിരുന്നത്. ഇത് ഈ പ്രതിസന്ധി മറച്ചുവെക്കാനുള്ള ശ്രമമായിരുന്നു സർക്കാർ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 464 കോടി രൂപ സപ്ലൈകോയ്ക്ക് ഈ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴും നൽകാനുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ നെൽകർഷകരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വലിയ ദുരിതപൂർവ്വ ഒരു അവസ്ഥയിലൂടെ നെൽകർഷകർ കടന്നു പോവുകയാണ്. കടം വാങ്ങിയും മറ്റും കൃഷി ചെയ്ത് സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നെൽകർഷകർക്കാണ് ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. 128 കോടി രൂപ അത് ഒരു വർഷം കൊണ്ട് സർക്കാർ നൽകാനുണ്ടെന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. പല ബാങ്കുകളിൽ നിന്നും മറ്റും കടമെടുത്താണ് നെൽകർഷകർ കൃഷിയുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ നെൽകൃഷി ഉൾപ്പെടെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കർഷകരെ ചേർത്ത് പിടിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നെൽകർഷകരും ഈ തരത്തിലുള്ള ദുരിതത്തിലൂടെ കടന്നു പോകുന്നത് എന്ന വസ്തുത നിലനിൽക്കുന്ന. ഒരു വർഷം കൊണ്ട് 128 കോടി രൂപയാണ് സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ പണമൊക്കെ എന്ന് നൽകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ്. അനു, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ആശ്രയിക്കുന്നവരുടെ കാര്യം മാത്രമല്ലല്ലോ രാജീവ്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ ഈ നിർണായക പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ് സപ്ലൈകോ. സപ്ലൈകോയിൽ ഇത്തരത്തിൽ ദൗർലഭ്യതയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനമൊട്ടാകെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതും യാഥാർത്ഥ്യമാണ്. ഇനി കേരള ബജറ്റ് അടുത്തിരിക്കുന്ന വേളയിൽ ബജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കണമോ? അനുവേതായാലും സംസ്ഥാന ബജറ്റിൻ്റെ കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഓരോ ബജറ്റിലും പ്രഖ്യാപനങ്ങൾ ഒട്ടേറെ ഉണ്ടാകാറുണ്ട്. അത് സപ്ലൈകോയുടെ കാര്യത്തിലായാലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ബജറ്റിൻ്റെ തൊട്ടു മുൻപാണ് ധനമന്ത്രി വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. അതായത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകണം, സർക്കാരിൻ്റെ വാഗ്ദാനമാണത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് വേണ്ടി ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. മദ്യത്തിന് ഓരോ 6 മാസം കൂടുമ്പോഴും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ക്ഷേമ പെൻഷനുകൾ നൽകണം, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾക്ക് പണം നൽകണം, വിതരണക്കാർക്ക് പണം നൽകണം, അതുപോലെ തന്നെ കാരുണ്യ പദ്ധതി വഴിയുള്ള ചികിത്സയ്ക്ക് പണം നൽകണം, സംസ്ഥാനത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെയാണ് സർക്കാർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് വില കൂട്ടുന്നത് ഈ രീതിയിൽ ഇന്ധനത്തിനും മദ്യത്തിനും അതുപോലെ തന്നെ കെട്ടിട നികുതിയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാകും ഇത്തവണ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഏതായാലും സപ്ലൈകോയ്ക്ക് പണം നൽകുമെന്നൊക്കെ സർക്കാർ പറയുമ്പോഴും ആ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന കാര്യത്തിൽ ധനവകുപ്പിന് ഒരു വ്യക്തതയുമില്ലാത്ത സാഹചര്യമാണ്. അതായത് ബജറ്റൊക്കെ വെറും
പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങാനുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ബജറ്റിലും സപ്ലൈകോയ്ക്ക് കുടിശ്ശിക തീർത്ത് നൽകുമെന്ന ധനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതുകൊണ്ട് മാത്രമാണ് 100 കോടി രൂപ കഴിഞ്ഞ 6 മാസത്തിനിടെ എങ്കിലും സർക്കാർ നൽകിയത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെ ഈ ബജറ്റിൽ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും കൂടുതൽ കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് കഴിയില്ല. അനു. ശരി രാജീവ്.